Business studies can be really boring to study, but it's also one of the easiest subjects. But that also means you'll be lazy and the least motivated to study business. So, here is how I managed to score a perfect score of 200 out of 200 in my business studies board exam. I'll be sharing how I studied, the materials I used to study tips, and more. So make sure you watch this video till the end. And എൻ്റെ ഞാനൊരു സീക്രട്ട് ട്രിക്ക് പറയുന്നുണ്ട് ടു മെമ്മറൈസ് എവറിത്തിങ് യു സ്റ്റഡി, സോ ഡോണ്ട് മിസ് ദാറ്റ് ഔട്ട്. സ്റ്റാർട്ടിങ് വിത്ത് ഹൗ ടു റൈറ്റ് ദി എക്സാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. ബിക്കോസ് കുറേ ആൾക്കാർക്ക് അവർ ഫുൾ പഠിച്ചിട്ടുണ്ടാവും, എല്ലാം ക്ലിയർ ആയിരിക്കും, ബട്ട് ദി വേ ദേ റൈറ്റ് ദി എക്സാം, ആ എക്സാം പേപ്പർ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിലാണ് കാര്യം. ആൻഡ് അതിൽ മാർക്ക് പോകുന്നുണ്ട്. സോ ഹൗ ഐ മാനേജ് ടു സ്കോർ ഫുൾ മാർക്സ് ഇസ് ബിക്കോസ് ഞാനാണെങ്കിൽ ആ മെയിൻ പോയിന്റ്സിൽ, ഇപ്പം നമുക്ക് ബിസിനസ്സിൽ മോസ്റ്റ്ലി എല്ലാം മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ. സോ അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പോയിന്റ്സ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ആ മെയിൻ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അത് നല്ലപോലെ പഠിച്ചു വെക്കണം. ബട്ട് ദാറ്റ് ഡസൻ മീൻ അത് മാത്രം എഴുതി വയ്ക്കണം. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്താൽ കിട്ടില്ല, ഹാഫ് മാർക്സേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ആ മെയിൻ പോയിന്റ് നല്ലപോലെ എഴുതിയാൽ, എന്നിട്ട് നമ്മുടെ ഓൺ വേർഡ്സിൽ ബട്ട് കറക്റ്റ് ആൻസർ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അധികമൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഇപ്പം 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്, 4 പോയിന്റ്സ് എഴുതുന്ന ഒരു 2 ലൈൻ എഴുതിയാൽ മതി. അത് അധികമൊന്നും എഴുതേണ്ട, നമുക്ക് എത്രയും കുറച്ച്, പക്ഷെ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എഴുതണം. പിന്നെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ ഡിഫറൻസസ് ചോദിക്കുമ്പോൾ ഇല്ലേ, എന്തെങ്കിലും 2 കാര്യങ്ങളുടെ കമ്പാരിസൺ ആണെങ്കിൽ ഓൾവേസ് നമ്മൾ ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതണം. അതെല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെ പാരഗ്രാഫ് ആയിട്ടാണ് തന്നെങ്കിലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടേബിളായിട്ട് വരച്ചിട്ട് എഴുതുന്നതാണ് നല്ലത്. ആൻഡ് ഹെഡിങ്സ് എഴുതണം. അത് നമ്മളുടെ ഒരു ഭംഗി കൂട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ലൈക്ക് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഫീച്ചേഴ്സും ലൈക്ക് മെറിറ്റ്സും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഡാഷ് എന്നിട്ട് ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതി നല്ല നീറ്റായിട്ട്, എത്ര നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക അത്ര നല്ല പോലെ ക്ലിയർ ആയിരിക്കണം. ആൻഡ് എല്ലാത്തിനും ഹെഡിങ്സ് എഴുതിക്കോ. ഇപ്പോൾ നമ്മളൊരു വലിയൊരു ആൻസറാണ്, ഓക്കെ, ഒരു 8 മാർക്കിന് 6 മാർക്കിന്, നോട്ട് പോയിന്റ് വൈസ്, ലൈക്ക് ഒരു വലിയൊരു സാധനത്തിൻ്റെ ആൻസർ ആണെങ്കിലും ഒരു ഹെഡിങ് എഴുതി കാറ്റഗറി ആയിട്ട് ഇങ്ങനെയൊക്കെ എഴുതിയാൽ അതൊരു നമുക്ക് കാണുമ്പോൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു നല്ല പോലെ പ്രസൻറ്റ് ചെയ്താൽ ഫുൾ മാർക്സ് എന്തായാലും തരും. ആൻഡ് അധികം ഒന്നും വലിച്ചു വാരി എഴുതണ്ട, ആ ആവശ്യമുള്ള പോയിന്റ് നല്ലതുപോലെ പ്രസൻറ്റ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ദെൻ ടോക്കിംഗ് അബൌട്ട് ഹൗ ടു സ്റ്റഡി. ഇപ്പം ഞാൻ യൂസ് ചെയ്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽ ഇൻ മൈ ഒപ്പീനിയൻ. നമ്മളിപ്പോൾ ഒരു ഗൈഡ് എന്തെങ്കിലും റിഫർ ചെയ്യാനല്ല, അതിൽ വെരി ഷോർട്ട് എക്സ്പ്ലനേഷനാണെന്നുള്ളത്. ആൻഡ് ഈ ഷോർട്ട് എക്സ്പ്ലനേഷൻ പോരാ നമുക്ക്, അതിൽ ലൈക്ക് ഓൾസോ ഒന്നാമത് മിക്ക ഗൈഡിലും ഓരോ മിസ്റ്റേക്സും അങ്ങനെ കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ ആ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കത്തില്ല അതിലുണ്ടാവുക. ആൻഡ് ആ ഒരു ചെറിയ ഇത് പഠിച്ചു വെച്ചാൽ നമ്മളത് ചിലപ്പോൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ആ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് എക്സാം എഴുതുന്ന ടൈമിൽ. പക്ഷേ നമ്മൾ ടെക്സ്റ്റാണ് വായിക്കുന്നതെങ്കിൽ ടെക്സ്റ്റിൽ ലൈക്ക് ഒരുപാടുണ്ട്. നമ്മൾ മിക്ക ആൾക്കാരും ടെക്സ്റ്റ് വായിക്കാൻ മടിക്കുന്നത് തന്നെ അതിൽ ജസ്റ്റ് വെരി ലോങ്. പക്ഷെ ആ ടെക്സ്റ്റ് വായിച്ച് നമ്മുടെ ഫുൾ അതെല്ലാ പോയിന്റ്സ് നമ്മുടെ തലയിൽ കയറിയാൽ നമുക്ക് ഓണായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് ഒരു 20 അല്ല, ലൈക്ക് ടോട്ടൽ എത്ര വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലൈക്ക് അത്രയും നമ്മുടെ ടെക്സ്റ്റ് വീണ്ടും വായിക്കണം. ആ സെയിം ടോപ്പിക്ക് വീണ്ടും വായിച്ചാൽ നമ്മൾക്ക് നല്ല ക്ലിയർ ആവും. ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ, സോ ടെക്സ്റ്റ് ബുക്ക് ഇസ് ദി ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ. അതിൽ തന്നെ അതിൽ കുറേ പോയിന്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ വായിക്കുമ്പം കുറച്ചെങ്കിലും നമ്മുടെ മൈൻഡിൽ കയറും. ദാറ്റ്സ് വാട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നു. ആൻഡ് അല്ലാണ്ട് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചാൽ എനിക്ക് ഗൈഡുകളിൽ ഏറ്റവും നല്ലതുപോലെ തോന്നിയത് വാസ് ദിസ് എക്സാം പോയിന്റിൻ്റെ. അതിൽ കുറച്ച് നല്ല എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പോൾ ചില സാധനങ്ങൾ ഞാനും അതിൽ നിന്ന് നോക്കി പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഭയങ്കര ഒരു മനസ്സിലാവാത്ത കണക്കുള്ള സാധനങ്ങളുള്ളത് ഞാൻ ഇതിൽ നോക്കിയാണ് പഠിച്ചത്. ലൈക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻസും ചാപ്റ്റർ 12ൽ അതൊക്കെ ഞാൻ ഗൈഡാണ് നോക്കി. ബിക്കോസ് ടെക്സ്റ്റിൽ കുറേ അൺനെസസറി സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മറ്റത് ഗൈഡ് നോക്കിയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഡിപ്പെൻസ്, ലൈക്ക് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കി. I guess now it's time to reveal the secret tip that makes you remember everything you studied. So
ഞങ്ങളാണെങ്കിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഈ പോയിന്റ്സ് ഇല്ലേ അത് മറക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ന്യൂമോണിക്സ് ഓർ യുനോ കോഡ് വേർഡ്സ് പോലെ ഉണ്ടാക്കി. സോ അങ്ങനെ ഫൺ കോഡ് വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ആ സാധനമല്ലേ മറന്നുമല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് 14 പ്രിൻസിപ്പിൾസ്, ഈ DAD-UC, USSR, OIC അതുപോലത്തെ കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കുറേ എണ്ണം നമ്മളുണ്ടാക്കി ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതിൽ 4 പോയിന്റ്സ് ആണുള്ളത്. ക്യാഷ് ഫ്ലോ പൊസിഷൻ, പിന്നെ ദി റേറ്റ് ഓഫ് റിട്ടേൺ, റിസ്ക് ഇൻവോൾവ്ഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ, അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉദ്ദേശിച്ചിട്ട് ഞങ്ങളിങ്ങനെ കോഡ് വേർഡ് ഉണ്ടാക്കി. ക്യാഷ് തായോ റിസ്ക് എടുക്കണ്ട, അതുപോലത്തെ ചില ഫൺ കോഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു സാധനമായിട്ട് ലിങ്ക് ചെയ്ത് അതിനെയാണ് ഓർത്ത് വയ്ക്കുന്നത്. അതുപോലെ ഇപ്പോൾ ചിലതിനല്ലേ ലൈക്ക് സ്റ്റേജസ് ഓഫ് പ്ലാനിങ് ആയാലും ചിലതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ലൈക്ക് ആ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം. അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മിക്സപ്പ് ആവാണ്ടിരിക്കാൻ ഇതുപോലത്തെ കോഡ്സ് യൂസ് ചെയ്യുന്നത് നല്ല ഹെൽപ്ഫുള്ളാണ്. സോ ദാറ്റ് വാസ് മൈ സീക്രട്ട് ട്രിക്ക്. എനിക്ക് കുറച്ച് മോട്ടിവേഷൻ തരാമല്ലേ. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഇത് ഒരുപാടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇതൊക്കെ പഠിച്ച് തീരുമോ, എന്താ ചെയ്യുക, എനിക്കൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും എക്സാമിൻ്റെ തലേന്നിരുന്ന കരച്ചിലാണ്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വരും. ബിക്കോസ് ദി തിങ് ഈസ് നമുക്ക് ആ കാര്യം അറിയാം, നമ്മുടെ ബ്രെയിനിൻ്റെ എവിടെയോ ഏതോ ഒരു ഭാഗത്ത് നമുക്ക് സംഭവം അറിയാം. ബട്ട് നമ്മളാണെങ്കിൽ ആ ഒരു ടൈമിൽ സ്ട്രെസ് എടുക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സംഭവം നമുക്ക് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതേപോലെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സ്ട്രെസ് എടുക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോൺഫിഡൻറ്റ് എഴുതാതെ ഓട്ടോമാറ്റിക്കലായിട്ട് വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല, അത് വന്നോളൂ. നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നതാണ്, ബട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേറെ കുറച്ച് സ്റ്റഡി ടിപ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ബിസിനസ് സ്റ്റഡീസ് ലൈക്ക് ബോറിങ് ആയതുകൊണ്ടും വെരി ലെങ്തി ആയതുകൊണ്ടും ഐ യൂസ് ടു പ്രിഫർ സ്റ്റഡിങ് ഇറ്റ് ഇൻ ദി മോർണിംഗ്. ലൈക്ക് ഫ്രഷ് ആയിട്ട് ഏറ്റവും ലൈക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ഏറ്റവും പീക്ക് ടൈമിലുണ്ടാകുന്ന ആ ഒരു ടൈം. അത് പല ആൾക്കാർക്കും പല ടൈമായിരിക്കും. എനിക്കത് ഏർലി മോർണിംഗ്സ് ആയിരുന്നു. ലൈക്ക് സ്റ്റാർട്ടിങ് എൻ്റെ ബിസിനസ്സിൽ നിന്നായിരുന്നു ഞാനിങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇത് പഠിക്കാൻ തോന്നുന്നു, അല്ലാത്തപ്പോൾ ഇത് നല്ല ബോറിങ് ആയതുകൊണ്ട് അങ്ങനെ പഠിക്കാൻ തോന്നത്തില്ല. സോ ഐ യൂസ് ടു സ്റ്റാർട്ട് വിത്ത് ബിസിനസ്, ലൈക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന നല്ല എനർജി ഉള്ള ടൈമിൽ ആൻഡ് അവോയ്ഡ് ഓൾ ദി ഡിസ്ട്രാക്ഷൻസ്. സോ ദാറ്റ്സ് വാട്ട് ഐ ഡിഡ്. വേറൊരു ടിപ്പ്, ലൈക്ക് എക്സാം ടൈമിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ അതെല്ലാം നല്ലപോലെ അറിയോ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, സോ ബിക്കോസ് ലൈക്ക് ബിസിനസ് ആയതുകൊണ്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അതിപ്പോൾ നമുക്ക് തന്നെ അറിയാം ഏതാ വരാന്ന്. ലൈക്ക് എപ്പോഴും ആ ഒരു എവറിത്തിങ് ഈസ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾക്കൊന്ന് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ അറിയുമെന്ന് മേക്ക് ഷുവർ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫുൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലേ ലൈക്ക് 100+ ക്വസ്റ്റ്യൻസ് അത് എഴുതി വെച്ചു. പിന്നെ കുറേ PDF ഡൗൺലോഡ് ചെയ്തു. ലൈക്ക് ഞാൻ HSS ലൈവിന്ന് അതിൽ ലൈക്ക് മോർ ദാൻ 100 ക്വസ്റ്റ്യൻസ് ഒരു കമ്പൈലേഷൻ പോലെ ഉണ്ട്. ലൈക്ക് ഫുൾ എല്ലാം കൂടി കമ്പൈൽ ചെയ്തിട്ട് ഉള്ള. അപ്പോൾ ഐ റീചെക്ഡ് ഇഫ് ഐ നോ ഈച്ച് ക്വസ്റ്റ്യൻ. സോ ലൈക്ക് എക്സാം ടൈം, ബോർഡ് എക്സാം ആ ഫൈനൽ ടൈമിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പഠിച്ച ശേഷം ഓരോ ക്വസ്റ്റ്യനും അറിയുമോ എന്ന് നോക്കിയിട്ട് അതൊന്ന് ടിക്ക് ചെയ്ത് പോവാം. ആൻഡ് ദി മെയിൻ തിങ് ഈസ് നമുക്ക് പ്രാക്ടീസ് ഉണ്ടാവണം. എക്സാം എഴുതി പ്രാക്ടീസ് ഉണ്ടാവണം. ആ ടൈം ലിമിറ്റിൽ എഴുതി തന്നെ പ്രാക്ടീസ്. ലൈക്ക് ബിസിനസ് ഇസ് നോട്ട് ലൈക്ക് അതർ സബ്ജക്ട്സ്. ലൈക്ക് നമ്മളിപ്പോൾ അറിയാമെങ്കിൽ നമ്മൾ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അപ്പം മാക്സിമം എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പം നമ്മൾ സ്കൂളിൽ മോഡൽ എക്സാമൊക്കെ ഉണ്ടാകുന്നതൊന്നും മിസ് ചെയ്യാതെ അത് എഴുതാൻ നോക്കണം. നമ്മൾ പഠിച്ച് കഴിഞ്ഞാലും ഇല്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എക്സാം എഴുതാൻ പോകാനായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യല്ലേ. നമ്മൾ എത്രയും എഴുതും അത്രയും നല്ലതാണ്. സോ എനിക്കിപ്പോൾ സ്കൂളിൽ തന്നെ ഒരുപാട് എക്സാം, ലൈക്ക് സ്കൂളിൻ്റെ മോഡൽ അല്ലാണ്ട് ബോർഡ് മോഡൽ അങ്ങനെ കുറേ തവണ എക്സാം ചെയ്തുകൊണ്ട് നല്ല ശീലമായി. ആൻഡ് മോഡലിൽ തന്നെ മാർക്സ് നല്ലപോലെ വാങ്ങിച്ചപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കയറിയായിരുന്നു. സോ ആൻഡ് അതല്ലാണ്ടും ഞാൻ വീട്ടിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തു. ലൈക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസാണ് എന്നാലും ഇല്ലേ അതൊന്ന് എഴുതി നോക്കണം. എന്നാലേ നമുക്ക് ശരിക്കും നമുക്ക് എത്ര പറ്റും, നമുക്ക് അത് കോൺസെപ്റ്റ് ക്ലിയർ ആണോ എന്ന് മനസ്സിലാവാനായിട്ട് ദിസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്ഡ്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്യൂ. ആൻഡ്
കമൻസിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു മീ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഓൾവേസ് ടെക്സ്റ്റ് മീ. ആൻഡ് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നിങ്ങൾക്ക് നോട്ട്സ് വേണോ എന്ത് വേണമെങ്കിലും യു ക്യാൻ ആസ്ക് മീ. സോ യെസ്, എനിക്ക് ഇനിയും വീഡിയോസ് പോസ്റ്റ് ചെയ്യാനൊരു മോട്ടിവേഷനായിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.